എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്ലോകം 31 തൊട്ട് വായിക്കാം, അതിൻ്റെ അർത്ഥവും പറയാം. ശ്ലോകം 31. താവൽ പാവാനി ദേഹേസ്മിൻ നിവസന്തി തബോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ്ഭാഗവതം നരേ. താവൽ പാവാനി ദേഹേസ്മിൻ നിവസന്തി തബോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ്ഭാഗവതം നരേഃ. ഹേ തപോധനന്മാരെ, മനുഷ്യർ ഏതു കാലം വരെ ശ്രീമദ് ഭാഗവതത്തെ സാദരം ശ്രവിക്കാതിരിക്കുന്നുവോ ആ കാലം വരെ മാത്രമേ അവരുടെ ശരീരത്തിൽ പാപബാധയുണ്ടാവുകയുള്ളൂ. ഭാഗവതം കേൾക്കുന്ന ഒരുവന്റെ ശരീരത്തെ ബാധിപ്പാൻ പാപങ്ങൾക്ക് ശക്തിയില്ല. ശ്ലോകം 32. ന ഗംഗാ ന ഗയാകാശി പുഷ്കരണ്യപ്രയാഗകം ശുഗശാസ്ത്രകഥായാശ ബലേന സമദം നയേ. ന ഗംഗാ ന ഗയാകാശി പുഷ്കരണ്യപ്രയാഗകം ശുഗശാസ്ത്രകഥായാശ ബലേന സമദാം നയേത്. ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം മുതലായ പുണ്യനദികൾ, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, പുണ്യതടാകങ്ങൾ ഇവയ്ക്കൊന്നിനും ഭാഗവതത്തിന് തുല്യമായ മാഹാത്മ്യമില്ല. ശ്ലോകം 33. ശ്ലോകാർത്ഥം ശ്ലോകപാദം വ നിത്യം ഭാഗവതോത്ഭവം സ്വസമുഖേനൈവ യദീച്ഛതി പരാം ഗതി. ശ്ലോകാർത്ഥം ശ്ലോകപാദം വ നിത്യം ഭാഗവതോത്ഭവം പടസമുഖേനൈവ യദീച്ഛസി പരാം ഗതി. ഭാഗവതത്തിലുള്ള ഒരു പദ്യമോ അതിൻ്റെ അർത്ഥാംശമോ ഒരു പാദമോ സ്വമുഖത്താൽ തന്നെ ഉച്ചരിക്കുക. പരഗതിയെ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാഗവത പഠനം തന്നെ സുഗമവും പരമവുമായ ഉപായം. ശ്ലോകം 34. വേദാദിവ്രതമാദായ പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവ ച. വേദാദിം വേദമാദായ പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവ ച. ശ്ലോകം 35. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മക ബ്രാഹ്മണാശാനിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മക ബ്രാഹ്മണാശാനിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. ശ്ലോകം 36. തുളസീജ വസന്തശ്ച പുരുഷോത്തമയേവ ച ഏതേഷാം തത്വതഃ പ്രജ്ഞേ ന പൃഥഗ്ഭാവായിഷ്യതേ. തുളസീജ വസന്തശ്ച പുരുഷോത്തമയേവ ച ഏതേഷാം തത്വതഃ പ്രജ്ഞേ ന പൃഥഗ്ഭാവായിഷ്യതേ. വേദങ്ങളുടെയും ആദിയായ പ്രണവം അഥവാ ഓംകാരം, ദേവമാതാവായ ഗായത്രി മന്ത്രം, സഹസ്രശീർഷ പുരുഷ ഇത്യാദി 16 മന്ത്രങ്ങളടങ്ങിയ പുരുഷ സൂക്തം, ഋഗ്വാദികളായ 3 വേദങ്ങൾ, ഭാഗവതം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരസ്വരൂപമായ മന്ത്രം, ശ്രീ സൂര്യൻ, പ്രയാഗം എന്ന പേരായ തീർത്ഥരാജൻ, സംവത്സരാരംഭമായ കാലം, ബ്രാഹ്മണർ, അഗ്നിഹോത്രം, കാമധേനു, ദ്വാദശി എന്ന തിഥി, തുളസി, വസന്ത ഋതു, ഭഗവാൻ ശ്രീനാരായണൻ, ഈ 16 പേർക്കും അന്യോന്യ ഭേദമില്ലെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ഭേദമുണ്ടെന്നറിയുന്നവർ അജ്ഞന്മാരാണെന്ന് സാരം. ശ്ലോകം 37. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേദർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയഃ. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേദർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയഃ. ഏതൊരുവൻ ഭാഗവത ശാസ്ത്രത്തെ അർത്ഥത്തോടുകൂടി പ്രതി ദിവസം വായിപ്പിക്കുന്നുവോ അവൻ്റെ കോടി ജന്മങ്ങളിലുള്ള പാപങ്ങളും നശിക്കുന്നതിൽ സംശയമില്ല. ശ്ലോകം 38. ശ്ലോകാർത്ഥം ശ്ലോകപാദം വ
പടേൻ ഭാഗവതം ജയത് നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പടേൻ ഭാഗവതം ജയ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോ. യാതൊരു പുണ്യവാൻ ഭാഗവതത്തിലുള്ളതായ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ശ്ലോകപാദമോ പ്രതിദിവസം ഉച്ചരിക്കുന്നുവോ അവൻ എല്ലാ ദിവസവും രാജസൂയം അശ്വമേധമെന്ന യാഗങ്ങളെ വിധിപ്രകാരം അനുഷ്ഠിച്ചാലുണ്ടാവുന്ന ഫലം പ്രാപിക്കുന്നു. ശ്ലോകം 39. ഉക്തം ഭാഗവതം നിത്യം കൃതം ജഹരിചിന്തനം തുളസീ പോഷണം ചൈവ ധേനൂനാം സേവനം സമം. ഉക്തം ഭാഗവതം നിത്യം കൃതം ജഹരിചിന്തനം തുളസീ പോഷണം ചൈവ ധേനൂനാം സേവനം സമം. ശുഭമുനിയാൽ കീർത്തിക്കപ്പെട്ട ഭാഗവതത്തെ എല്ലാ ദിവസവും പഠിക്കുന്നതും ശ്രീഹരിസ്വരൂപത്തെ ചിന്തിക്കുന്നതും ജലാതിസേചനത്താൽ തുളസിയെ വളർത്തുന്നതും പുല്ലും വെള്ളവും ആവശ്യമുള്ള മറ്റു സാധനങ്ങളും നൽകി പശുക്കളെ പരിപാലിക്കുന്നതും അന്യോന്യം ഭേദമില്ലാത്തതായ സൽക്കർമാനുഷ്ഠാനമാകുന്നു. ശ്ലോകം 40. അന്ധകാലേ ദൂയേനൈവ ശ്രൂയതേ ശുഭശാസ്ത്രവാഗ് പ്രീത്യാ തസ്സൈവ വൈകുണ്ഠം ഗോവിന്ദോഭിപ്രയച്ഛതി. അന്ധകാലേ ദൂയേനൈവ ശ്രൂയതേ ശുഭശാസ്ത്രവാഗ് പ്രീത്യാ തസ്സൈവ വൈകുണ്ഠം ഗോവിന്ദോഭിപ്രയച്ഛതി. ശരീരാവസാനകാലത്തിൽ യാതൊരു പുണ്യാത്മാവിനാൽ ശ്രീ ഭാഗവതം ശ്രവിക്കപ്പെടുന്നുവോ അവന് ഭഗവാൻ ശ്രീ ഗോവിന്ദൻ പരമപ്രേമത്തോടുകൂടി വൈകുണ്ഠലോകത്തെ നൽകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ